എറണാകുളം മരടിൽ ഫ്ളാറ്റുകൾ പൊളിച്ച സ്ഥലത്ത് അമിക്കസ് ക്യൂറി പരിശോധന നടത്തി. സ്ഥലത്തെ തുടർ നിർമ്മാണ സാധ്യതകൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനുള്ള സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്നായിരുന്നു പരിശോധന. 2019 തീരദേശ പരിപാലന നിയമപ്രകാരം മരട് നഗരസഭ കാറ്റഗറി 2-ൽ പെടുന്നതാണെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഫ്ളാറ്റുകൾ പൊളിച്ച സ്ഥലത്തെ തുടർ നിർമ്മാണ സാധ്യതകൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീം കോടതി അമിക്കസ് ക്യൂറിക്ക് നിർദ്ദേശം നൽകിയത്. ഫ്ളാറ്റുകൾ പൊളിച്ച 5 ഇടങ്ങളിലും അമിക്കസ് ക്യൂറി ഗൗരവ് അഗർവാളിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തി. മരട് നഗരസഭ അധികൃതരുമായി കൂടിക്കാഴ്ചയും ഉണ്ടായിരുന്നു. സർക്കാരാണ് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. കാരണം 343 ആളുകളാണ് ഇന്നിപ്പോൾ വഴിയാധാരമായിട്ടുള്ളത്. അതുപോലെ അന്ന് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന 4 ഫ്ളാറ്റുകാരും നിലവിലുള്ള നിയമവ്യവസ്ഥയിൽ വെച്ചുകൊണ്ടാണ് അന്ന് ഈ ഫ്ളാറ്റുകളെല്ലാം പണിത്. ഇത് സർക്കാർ ശക്തമായി ഇതിനെക്കുറിച്ച് ആ അന്വേഷണം എവിടെയാണോ നിർത്തിയത് അത് തുടരണമെന്ന് ഞങ്ങൾ പറയുന്നത്. സ്ഥലത്ത് പുതിയ ഫ്ളാറ്റുകൾ നിർമ്മിക്കണമെന്നാണ് മരട് നഗരസഭയുടെ നിലപാട്. ക്രിസ്മസ് അവധിക്ക് ശേഷം അമിക്കസ് ക്യൂറി റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിക്കും. 2020-ലാണ് തീരദേശ പരിപാലന നിയമം ലംഘിച്ചതിന് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം മരടിലെ 5 ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കിയത്. 24 കൊച്ചി.